എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? LDF ഒന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറയുന്നത്. ശരിയാണ്, LDF ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ്. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ്. എന്താ സംശയമുള്ളത്? അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരായ്ക്ക് നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത്. ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്? സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട്, കള്ളവോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ LDF ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യാജൻ എന്ന് നിരന്തരം വിളിക്കുന്നുണ്ട്. കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഈ വ്യാജൻ എന്ന് വിളിക്കുന്നത് അത് സ്വാനുഭവത്തിൽ നിന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? കേരള പോലീസ് തെളിവ് സഹിതം കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. അത് ഞാൻ വായിക്കാം. കായംകുളം MSM കോളേജിൽ ഡിഗ്രി ജയിക്കാതെ, BCom ജയിക്കാതെ MCOമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട്, നിഖിൽ തോമസ്. നിങ്ങൾ അറിയുമായിരിക്കും. കാട്ടാക്കട കോളേജിൽ UEC ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിയിട്ട് UEC ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖുണ്ട്. നിങ്ങൾ അറിയുമായിരിക്കും. അതിന് തന്നാരും വിളിച്ചില്ല. അല്ലെങ്കിൽ 2 കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ 2 സർക്കാർ കോളേജിൽ ജോലിയെടുത്ത് ശമ്പളം വാങ്ങിയ K വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും. 12 വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്ത, സ്വജന പക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത, എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും. അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്ത ജെറോം നിങ്ങൾ അറിയുമായിരിക്കും. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. ശങ്കരാചാര്യരുടെ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിന് ശേഷം PSC മെമ്പറായിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസ് നിങ്ങൾ അറിയുമായിരിക്കും. വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറപുരളാത്ത മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട PP ദിവ്യയെ നിങ്ങൾ അറിയുമായിരിക്കും. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. വ്യാജ പരാതി ഉണ്ടാക്കിയ AKG സെന്ററിലെ വ്യാജന്മാരെ നിങ്ങൾ അറിയുമായിരിക്കും. ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തെയും നിങ്ങൾ അറിയുമായിരിക്കും. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ? ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ഇനി അതിനപ്പുറം പറഞ്ഞാൽ മറിയക്കുട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിന്റെ സഹോദരിയെ കുറിച്ചിട്ടും ഒക്കെ വ്യാജ വാർത്തകൾ കൊടുത്ത വ്യാജാഭിമാനിയില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി? അതും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജന്മാരുടെ എണ്ണം എടുക്കാൻ വന്നാലേ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഇരട്ട ഒപ്പുണ്ട്. ദേശാഭിമാനി എന്നൊക്കെ പറയാവോ? അതൊരു പത്രമല്ലേ? ഇങ്ങനെ ഒരു കുറിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ഞാൻ ആ പത്രത്തെയാണെന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് അങ്ങനെ തോന്നി? ഞാൻ ആ പത്രത്തെയല്ലല്ലോ പറഞ്ഞേ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് അതിൽ തിരുത്താനൊന്നുമില്ല. പത്രസ്ഥാപനമല്ലേ? അല്ല, ഓരോരുത്തർക്കും തോന്നുന്ന പോലെ എടുക്കാം. ഞാൻ എന്റെ വിമർശിക്കാലോ, ആ വാക്കൊന്നും ഉപയോഗിക്കണ്ടല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ വിമർശിച്ചത് ഒരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പറഞ്ഞ നേരാ. കാരണം ഇല്ലാത്ത വാർത്ത കൊടുത്ത ഒരു പാവപ്പെട്ട മറിയക്കുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പത്രത്തെ കുറിച്ചിട്ട് ദേശാഭിമാനം എന്ന് തന്നെ പറയും. അതിൽ ഒരു തിരുത്തൻ വരുത്തേണ്ട കാര്യമില്ല. എനിക്ക് ഇരട്ട ഒപ്പുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ കാണുന്നത്? നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്ന ആ പ്രശാന്തന പറഞ്ഞേ മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇരട്ട ഒപ്പുണ്ട്, മറ്റു പലതും 2 കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അപ്പൊ ഈ വ്യാജന്മാരുടെ കഥ അനിൽകുമാർ അധികം പറയണ്ട. ഇനി അടുത്തത്, നിങ്ങൾ ഈ നീലപ്പെട്ടി തെരഞ്ഞുകൊണ്ട് കുറെ നേരം ആ ഹോട്ടലിന്റെ പുറത്ത് നിന്നല്ലോ നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കിക്കുന്ന പട്ടികളെ എന്നുള്ള ഇൻവെർട്ടഡ് കോമ വാചകം നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്കുക, കേട്ട് അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ നിന്നില്ലേ? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സന്ദീപ് വാര്യരെ മോശക്കാരനാക്കാൻ വേണ്ടി എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം
അതെ, കാര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ട് വേണം അദ്ദേഹം മതേതരത്വം തെളിയിക്കാനെന്ന്. ഈ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള സഖാവാക്കി മാറ്റാൻ പറ്റുമെന്ന് AK ബാലൻ പറഞ്ഞത്? ഈ ട്രൗസർ അഴിച്ചു മാറ്റി കണ്ടിട്ടാണോ ദാർശനിക പൗരുഷം നിങ്ങൾ ദർശിച്ചത്? അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മനുഷ്യരാണെന്ന് നിങ്ങൾ ദർശിച്ചത് എങ്ങനെയാ? അദ്ദേഹത്തിന്റെ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ? വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്കും അറിയാം, അത് മറക്കരുത്. അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോട് നമ്മൾ അങ്ങയിലേക്ക് എത്താം. രാജു പി നായർ, എനിക്ക് TP ചന്ദ്രശേഖരൻ കേസ് വിട്ടേക്കൂ, നിഖിൽ പൈലി വിട്ടേക്കൂ, രാഷ്ട്രീയം വിട്ടു. ഒറ്റ മിനിറ്റ് സേൽക്കും അങ്ങരുത് പ്ലീസ്, നീ ഒന്നും പണയണ്ട, അങ്ങരുത് പ്ലീസ്. അങ്ങ് ചിരിക്കരുത്. നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന്റെ മുന്നിലാണ്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായി. നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. അങ്ങ് ചിരിക്കരുത് പ്ലീസ്. വൈകാരികത ഉണ്ട്, എനിക്ക് വൈകാരികത ഉണ്ട് സാറേ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. എനിക്ക് വൈകാരികത. ഒരു 10ാം ക്ലാസ്സുകാരന്റെ കബറുടെ മുന്നിൽ കണ്ടതാണ്. അവന്റെ അച്ഛൻ തായി പോയതേ ഉള്ളൂ. അവന്റെ അമ്മ വീട്ടിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വൈകാരികത ഉണ്ട്. ശ്യാൽകുമാർ, ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴയും. കുറച്ച് സെൻസിറ്റീവ് ആവും ശ്യാൽകുമാർ. കുറച്ച് സെൻസിറ്റീവ് ആവ്, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കോളാം. എപ്പോഴും രാഷ്ട്രീയ തിമിരം ബാധിക്കല്ലേ. അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. പാവപ്പെട്ട പിള്ളേരെ മുഴുവൻ പ്ലീസ്, ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ശ്യാൽകുമാർ, ഈ വിഷയത്തിൽ അങ്ങയുടെ കുബുദ്ധി നിർത്തൂ, അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ പ്ലീസ്, അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ. രാജു പി നായർ, ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. പറയണ്ട, സമാധാനമായി. ശ്യാൽകുമാർ, അങ്ങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ, അങ്ങേക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത്, ദയവായി പറയരുത് പ്ലീസ്. നിഖിൽ പൈ എന്തോ പൈ. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. എന്തോ നിഖിൽ പൈ. ശ്യാൽകുമാർ ഇങ്ങനെ ഇൻസെൻസിറ്റീവ് ആവല്ലേ? അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ? നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്. അതിന്റെ മുന്നിൽ അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ സാർ പ്ലീസ്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങോട്ട്, അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ? തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? ഞാൻ അഭ്യർത്ഥിക്കട്ടെ, ഒന്ന് കേട്ടെ, അങ്ങോട്ട് കേട്ടെ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വൈകാരികതയുണ്ടോ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് ധീരജിനെ കൊന്ന ശ്യാൽകുമാർ, ആ കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? ആ വൈകാരികത നിഖിൽ പൈലി വന്ന കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? നിങ്ങളുടെ CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.